കോഴിക്കോട് കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയ്ക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ 1,00,000 വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നാണ് ആരോപണം. അബിന പിച്ചിറക്കൽ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയ്ക്കെതിരെയാണല്ലോ ഈ ആരോപണം. പ്രധാനമായിട്ടും ഈ പറയുന്ന വോട്ടർ പട്ടികയിലുള്ള 1,00,000 വോട്ടുകൾ വ്യാജമാണ് എന്നുള്ള ആരോപണത്തിന് ആസ്പദമായിട്ട് എന്തൊക്കെ വസ്തുതകളാണ് അവർ നിരത്തുന്നത്? മുസ്ലിം ലീഗിന്റെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വലിയ രീതിയിൽ ഒരു വിമർശനം ഉയർന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസും സമാനമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രധാനമായും ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ വ്യാജ വോട്ടുകളെ കുറിച്ച് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 1,00,000 കോഴിക്കോട് 1,00,000-ലധികം വോട്ടേഴ്സ് ആണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. അതിൽ 25,000 വോട്ടുകൾ കോർപ്പറേഷൻ പരിധികളിലും 1,624 ഇരട്ട വോട്ട് എന്ന നിലയ്ക്കാണ് കണക്കുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ബാലുശ്ശേരിയിൽ 50ഓളം പേർക്ക് കോഴിക്കോട് നഗരസഭയിൽ പേരുണ്ട് എന്നുള്ളതാണ്. ബാലുശ്ശേരി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് 50ഓളം ആളുകൾക്ക് കോഴിക്കോട് നഗരസഭയിലാണ് പേരുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ പരാജയം CPIM പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ കോർപ്പറേഷൻ ഇതിൽ ചെയ്തിട്ടുള്ളത് ബേപ്പൂര് അതുപോലെ തന്നെ എലത്തൂര് എന്നീ 2 പഞ്ചായത്തുകളെയും കോർപ്പറേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി ഉന്നയിച്ചതാണ്, അതായത് ഈ കോർപ്പറേഷന്റെ ഒരു പരാജയം, CPIMൽ പരാജയം കാണുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നും പ്രധാനമായും ഈ തെളിവുകളെല്ലാം നിരത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPIMലെ പ്രമോദിന് ഇരട്ട വോട്ടുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഒളവണ്ണയിലും അതുപോലെ തന്നെ ബേപ്പൂരിലുമാണ് ഈ പ്രമോദിന് വോട്ടിംഗ് ലിസ്റ്റിൽ പേരുള്ളത് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വോട്ടർ ഐഡിയിൽ ഒന്നിലധികം വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നുണ്ട്. 2 വാർഡുകളിലായിട്ടാണ് ഈ വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 1,800 പേരുകളാണ് നിലവിൽ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ 2 വാർഡുകളിലായി ഒന്നിലധികം വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതും ഈ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഇതേ നമ്പറിൽ, അതായത് 1,800 വോട്ടുകൾക്കാണ് അന്ന് ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത്. അത്തരത്തിലുള്ള 1,800-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ ഒന്നിലധികം വോട്ടുകൾ ഈ വോട്ടേഴ്സിന്റെ പേരിലുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഭാഗങ്ങളിൽ പരാജയപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഒരേ ID നമ്പറിൽ ഒരാൾക്ക് വോട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലൂർ ആയഞ്ചേരി ഒരേ IDയിൽ 2 വോട്ടുകളും ഒരേ ഐഡിയിൽ 2 പേർക്ക് വോട്ടുകൾ എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു പ്രാഥമിക പഠനം പൂർത്തിയായപ്പോൾ മാത്രമുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതി പരിഹരിക്കാതെ വീണ്ടും ഒരു പട്ടിക പ്രസിദ്ധീകരിക്കരുത്, ഈ പട്ടിക പ്രസിദ്ധീകരിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പരാതി നിലവിൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തങ്ങൾക്ക് കരുതുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കമാണ് തങ്ങൾ നടത്തുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സത്യവാങ്മൂലം വാങ്ങിയതിനു ശേഷം മാത്രം വോട്ട് രേഖപ്പെടുത്താൻ നമ്മളുടെ ഒരു ആവശ്യം ഉന്നയിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റ് കയ്യാങ്കളിയിലേക്കൊന്നും തന്നെ തങ്ങൾ നീങ്ങില്ല. പകരം സത്യവാങ്മൂലം മാത്രമായിരിക്കണം ഓരോ വോട്ടുകളും രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ അതേസമയം ഈ UDFന്റെയും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും മുസ്ലിം ലീഗിന്റെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആരോപണം CPIM LDF കോർപ്പറേഷൻ കമ്മിറ്റി പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്പസമയം മുൻപാണ് ഇവരുടെ ഒരു പത്രസമ്മേളനം അവസാനിച്ചത്. ഇതിൽ പ്രധാനമായും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറും തന്ത്രം മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വോട്ടർ പട്ടിക ക്രമക്കേട് UDF BJP ആക്ഷേപം ശുദ്ധ അസംബന്ധമാണെന്നും ഗൂഢാലോചനയാണെന്നും മാത്രമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ എന്നുള്ളതാണ് പ്രധാനമായും LDF കോർപ്പറേഷൻ കമ്മിറ്റി പറയുന്നത്.
ഇത്തരത്തിലുള്ള ഇവർ പറയുന്ന രീതിയിലുള്ള അട്ടിമറികളൊന്നും തന്നെ ഈ CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടില്ല. നടന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ വിശ്വസനീയമല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 327 വോട്ടർമാർ ഒരു കെട്ടിട നമ്പറിൽ വന്നിട്ടുണ്ട്. 327 വോട്ടർമാർ. ഇത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് CPIഎം എടുത്തു കാണിക്കുന്നത്. പക്ഷെ ഒരേ കെട്ടിട നമ്പറിൽ 327 വോട്ടർമാർ വരിക എന്നുള്ളത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും CPIഎം പറയുന്നത്. എന്നാൽ ഇരട്ട വോട്ട് CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇരട്ട വോട്ടിൽ LDF ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് മാത്രമാണ് ഉള്ളത്. അല്ലാതെ CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അർഹരായ ഒരാളും വോട്ടർ പട്ടികയിൽ വരാൻ പാടില്ല. അതിനുള്ള എല്ലാ നീക്കങ്ങളുമാണ് CPIഎമ്മിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഈ UDFും BJPയും നടത്തുന്നത് CPIഎമ്മിനെ തകർക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കോർപ്പറേഷൻ അടക്കി ഭരിച്ചിരിക്കുന്നത് CPIഎം ആണ്. ഇവിടുത്തെ പല വാർഡുകളിലും CPIഎം കേന്ദ്രീകൃതമായിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ CPIഎമ്മിനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് UDFും BJPയും മുസ്ലിം ലീഗും ഈ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് അടുക്കാറായ ഈ സമയത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ആരോപണവും ഇതിനോടകം തന്നെ CPIഎം ഉന്നയിക്കുന്നുണ്ട്. ശരി, അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.